ഇന്ത്യ കണ്ട മറ്റൊരു വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടും കേട്ടും അറിഞ്ഞൊഴിക്കുന്നത്. ജീവിതം കൊണ്ട് കഥ എഴുതാൻ വിധിക്കപ്പെട്ട 270ഓളം പേര്. ഒന്നും അറിയാതെ ലണ്ടൻ കാഴ്ചകളിലേക്ക് മടങ്ങിയവരും, ജീവിതം തുന്നിപ്പിടിപ്പിക്കാൻ ആദ്യമായി വിമാനം കയറിയവരും, ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഭാവി ഡോക്ടർമാരും, വീടുകളിലേക്കും ഓഫീസ് തിരക്കുകളിലേക്കും റോഡിലൂടെ വാഹനങ്ങളുമായി പോയവരും. അതിൽ 12 പേര് വ്യത്യസ്തരായിരുന്നു. എങ്ങനെയാണെന്ന് അറിയാമോ? എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന 2 പേര്. അസ്വാഭാവികമായ ടേക്ക് ഓഫ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള ബാക്കി 10 പേര്. അതെ, അവർ ഞങ്ങൾ തന്നെയാണ്. ഓരോ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഇതുപോലൊരു എമർജൻസി ഹാൻഡിൽ ചെയ്യാൻ പാകപ്പെടുത്തിയിരിക്കുന്ന, എന്നാൽ അങ്ങനെ ഒരു ദിവസം ഒരിക്കലും വരരുതേ എന്ന് മനസ്സുകൊണ്ട് എന്നും പ്രാർത്ഥിച്ചിറങ്ങുന്ന ഞാനടക്കമുള്ള ഒരുപാട് കൂട്ടുകാരിൽപ്പെട്ട 10 പേര്. അവസാനമായി ഒന്നും സംസാരിക്കാനില്ലാതെ മുഖത്തോട് മുഖം നോക്കി അവരിരുന്നിട്ടുണ്ടാകും. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. The only thing I know is that they will be remembered, their silence will be remembered. ഈ ഒരു അത്യാഹിതം സംഭവിച്ച ഞാൻ ആദ്യമായി ഫ്ലൈറ്റിന് പോയത് ഇന്നലെ ആയിരുന്നു കേട്ടോ. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ആദ്യത്തെ പാസഞ്ചറിനെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് വേറെ തന്നെയായിരുന്നു. കുറ്റപ്പെടുത്തലുകളും നിഗമനങ്ങളും മീഡിയ ഏറ്റെടുത്തതുകൊണ്ട് ഞങ്ങളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു ആദ്യത്തെ യാത്രക്കാരൻ്റെ ചിരിയിലൂടെ ഞാൻ മറന്നത്. ഏറ്റവും സേഫായ ട്രാൻസ്പോർട്ടേഷൻ മെത്തഡാണ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴും പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിന് എനിക്ക് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. യന്ത്രമാണ്, മനുഷ്യരാണ്. തെറ്റുകളോ തകരാറുകളോ ഉണ്ടാകാമെന്നത് സാധാരണമാണ്. ആ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ ശ്രമിച്ചു കാണണം, ചെയ്യാനാവുന്ന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി കാണണം. അന്നത്തെ ദിവസം ഒന്നുകൂടി പിറകിപ്പോയി എല്ലാം ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് നിങ്ങളെപ്പോലെ ഞാനും പ്രാർത്ഥിച്ചിരുന്നു. രക്ഷപ്പെട്ട ആ ഒരു യാത്രക്കാരൻ എല്ലാവർക്കും അത്ഭുതമായി നിൽക്കുമ്പോഴും 270ഓളം ജീവിതങ്ങൾ കഥകളായി മാറിയ നിമിഷത്തെ മാത്രം കുറ്റപ്പെടുത്താനാണ് എനിക്ക് പറ്റുന്നുള്ളൂ. ശരിയായ ഉത്തരങ്ങളിലേക്ക് എത്രയും വേഗം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെത്തുമ്പോഴും ഉള്ളിൽ ഒരുപാട് വേദനയോടെ, എന്നാൽ ചിരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു.